ഹലോ ഡിയേഴ്സ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ടുകൾ എങ്ങനെ സി ലാംഗ്വേജ് ഉപയോഗിച്ചിട്ട് നമുക്ക് പ്രോഗ്രാം ചെയ്യും എന്നുള്ളതാണ്. ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ടുകൾ നമ്മൾ അസംബ്ലി ലാംഗ്വേജ് ഉപയോഗിച്ചിട്ട് നമ്മൾ പ്രോഗ്രാം ചെയ്തിരുന്നു. അതേ പോർട്ടുകൾ നമുക്ക് സി പ്രോഗ്രാം ഉപയോഗിച്ചിട്ട് എങ്ങനെ പ്രോഗ്രാം ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു 2 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ പ്രോഗ്രാംസ് നമുക്കിന്ന് write ചെയ്യാം. The first question, write an AVR C program to toggle the bits of port B continuously with a delay. അതായത് പോർട്ട് ബി എന്ന് പറഞ്ഞാൽ ആ പോർട്ട് ബിയിൽ 8 ബിറ്റുകളുണ്ടാവും അല്ലെങ്കിൽ 8 പിന്നുകളുണ്ടാവും. ആ 8 പിന്നിനെ കണ്ടിന്യൂസ് ആയിട്ട് ടോഗിൾ ചെയ്യാനാണ് പറഞ്ഞത്. ടോഗിൾ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ് ടോഗിൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് അതിനെ 1ഉം 0 ആക്കാം. അതായത് ഇപ്പോൾ ആ പോർട്ട് ബിയിലെ 8 പിന്നിനായിട്ട് നമ്മളിപ്പോൾ ഒരു LED എന്തെങ്കിലും കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ 8 LED ആദ്യം ഓൺ ആവുക. ഓക്കെ, എന്നിട്ട് ഒരു സെക്കൻഡ് കത്തി നിന്നതിന് ശേഷം 8 LED ഒരുമിച്ച് ഓഫാക്കുക, ദെൻ പിന്നെ ഓണാക്കുക, ഓഫാക്കുക. അതിനാണ് നമ്മളിങ്ങനെ ടോഗിൾ ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പം പോർട്ട് ബിയിലെ ആണ് നമുക്ക് ടോഗിൾ ചെയ്യേണ്ടത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് an AVR C program to read a byte of data from port C. ആ പോർട്ട് സിന്ന് അതിൻ്റെ കണ്ടൻറ്റ് റീഡ് ചെയ്യാം. എന്നിട്ട് ആ റീഡ് ചെയ്ത നമ്പർ കണ്ടൻറ്റ് ലെസ് ദാൻ 100 ആണെങ്കിൽ, ആ റീഡ് ചെയ്ത ഒരു ഡാറ്റ നമുക്ക് കിട്ടുമല്ലോ, ആ റീഡ് ചെയ്ത ഡാറ്റ 100ൽ കുറവാണെങ്കിൽ ആ ഡാറ്റ പോർട്ട് ബിയിലേക്ക് റൈറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ 100ൽ കൂടുതലാണെങ്കിൽ പോർട്ട് ഡിയിലേക്ക് റൈറ്റ് ചെയ്യാം. ഇതാണ് 2 ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് റീഡിങ്ങും റൈറ്റിങ്ങുമായി. ഇവിടെ നമ്മൾ റൈറ്റിംഗ് മാത്രമാണ് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ളത് നോക്കാം. അപ്പോൾ ആ പ്രോഗ്രാമിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കണം. എങ്ങനെയാണ് ഒരു പോർട്ടിനെ ഔട്ട്പുട്ട് മോഡിൽ കോൺഫിഗർ ചെയ്യുക, ഒരു പോർട്ടിനെ ഇൻപുട്ട് മോഡിൽ കോൺഫിഗർ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പോർട്ടിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പോർട്ടിൽ ഒരു DDR എന്ന് പറഞ്ഞ രജിസ്റ്റർ ഉണ്ട്. ഈ രജിസ്റ്റർ ഉപയോഗിച്ചിട്ടാണ് നമ്മളൊരു പോർട്ടിനെ ഇൻപുട്ട് മോഡിലോ ഔട്ട്പുട്ട് മോഡിലോ കോൺഫിഗർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പം പോർട്ട് എനെ നമുക്ക് പോർട്ട് എയിലേക്ക് ഒരു ഡാറ്റ റീഡ് ചെയ്യാനോ അല്ലെങ്കിൽ റൈറ്റ് ചെയ്യാനോ ഉണ്ടെങ്കിൽ, അപ്പോൾ പോർട്ട് എനെ നമ്മൾ ഔട്ട്പുട്ട് മോഡിൽ കോൺഫിഗർ ചെയ്യണമെങ്കിൽ, ഓക്കെ, ആ പോർട്ടിനെ ഔട്ട്പുട്ട് മോഡിലേക്ക് ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ പോർട്ട് എൻ്റെ ഇപ്പോൾ പോർട്ട് എനെയാണ് ഔട്ട്പുട്ട് മോഡിലേക്ക് ആക്കണമെങ്കിൽ പോർട്ട് എക്ക് ഇതുപോലെ DDR എന്ന് പറഞ്ഞ രജിസ്റ്റർ ഉണ്ടാവും. ആ DDR എയിൽ FF എന്ന് പറഞ്ഞ ഡാറ്റ റൈറ്റ് ചെയ്യുക. FF എന്ന് പറഞ്ഞാൽ എന്താ, ശരിക്കും 8 1 ആണ്. 1111 F എന്ന് പറഞ്ഞാൽ 4 1, FF എന്ന് പറഞ്ഞാൽ 4 1. അപ്പോൾ FF എന്ന് പറഞ്ഞാൽ ശരിക്കും 8 1. അപ്പോൾ ഡാറ്റ ഡയറക്ഷൻ രജിസ്റ്റർ എ, അതായത് DDR A എന്ന് പറഞ്ഞ രജിസ്റ്ററിലേക്ക് 8 1 റൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞതിൻ്റെ അർത്ഥം പോർട്ട് എ എന്തായി, ഏത് മോഡിലേക്ക് കോൺഫിഗർ ചെയ്തു, ഔട്ട്പുട്ട് മോഡിലേക്ക് കോൺഫിഗർ ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നുകിൽ ഇതിനെ ഇങ്ങനെ കൊടുക്കാം, ഹെക്സാഡെസിമലായിട്ട് DDR A = 0x FF എന്ന് പറഞ്ഞ് കൊടുക്കാം. ഈ FF എന്ന് പറഞ്ഞാൽ ശരിക്കും ഡെസിമലിൽ എത്രയാണ്, 255 ആണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, DDR A = 255 എന്ന് എഴുതിയാലും സെയിം കാര്യം തന്നെ. ഇനി അതല്ല, നമുക്ക് വേണമെങ്കിൽ ഡാറ്റേനെ ബൈനറി ആയിട്ടും കൊടുക്കാം. അപ്പോൾ DDR A = ബൈനറി ആകുന്ന സമയത്ത് നമ്മളിവിടെ ഫ്രണ്ടിൽ 0B എന്ന് കൊടുക്കാം. ഇത് 0 ആണ്, O അല്ല, 0B, ദെൻ 8 ബിറ്റ് ഡാറ്റ. ഓക്കെ, അപ്പോൾ ഒന്നുകിൽ ഡാറ്റേനെ ബൈനറി ആയിട്ട് കൊടുക്കാം, ഡെസിമലായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഹെക്സാഡെസിമലായിട്ട് കൊടുക്കാം. ഹെക്സാഡെസിമലാകുമ്പോൾ 0x എന്ന് അതിൻ്റെ ഫ്രണ്ടിൽ കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്തായി, പോർട്ട് എ എന്ത് മോഡിലായി, ഔട്ട്പുട്ട് മോഡിൽ കോൺഫിഗറായി. ആ ഡാറ്റ ഡയറക്ഷൻ രജിസ്റ്ററിനെ ഇങ്ങനെ FF വെച്ചിട്ട് റൈറ്റ് ചെയ്യാം. ഇനി പോർട്ട് ബീനെ, ഇപ്പോൾ ഒരു പോർട്ട് ബീനെ നമുക്ക് ഇൻപുട്ട് മോഡിൽ കോൺഫിഗർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇൻപുട്ട് മോഡിൽ കോൺഫിഗർ ചെയ്യണമെങ്കിൽ പോർട്ട് ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഏത് രജിസ്റ്റർ ഉണ്ട്, DDR B എന്ന് പറഞ്ഞ രജിസ്റ്റർ ഉണ്ട്. ഓക്കെ, പോർട്ട് എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് DDR A എന്ന് പറഞ്ഞ രജിസ്റ്റർ ഉണ്ട്. അതേപോലെ പോർട്ട് ബീനെ കോൺഫിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് DDR B എന്ന് പറഞ്ഞ രജിസ്റ്റർ ഉണ്ട്. അപ്പോൾ നമുക്ക് പോർട്ടിനെ ഇൻപുട്ട് മോഡിലാണ് ആക്കേണ്ടത്. ഇൻപുട്ട് മോഡിലേക്ക് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം, DDR Bയിൽ കംപ്ലീറ്റ് 0 0 കൊടുക്കണം. ഓക്കെ, നമ്മൾ ഔട്ട്പുട്ട് മോഡിലേക്ക് ആക്കണമെങ്കിൽ നമുക്ക് FF ആണ് കൊടുക്കേണ്ടത്, ഇൻപുട്ട് മോഡിലേക്ക് ആക്കണമെങ്കിൽ 0 0 ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഒന്നുകിൽ ഇങ്ങനെ ഹെക്സാഡെസിമലായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഡെസിമലായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ബൈനറി ആയിട്ട് 8 ബിറ്റും 0 കൊടുക്കാം. ഈ മൂന്നും സെയിം തന്നെയാണ്. നമുക്ക് ഏത് മെത്തേഡിൽ വേണമെങ്കിലും അതിനകത്തേക്ക് ഡാറ്റ ഇനീഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഈ പ്രോഗ്രാം എങ്ങനെയാണ് നമുക്ക് സിസ്റ്റത്തിൽ ചെയ്യുന്നത് നോക്കാം. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു, റൈറ്റ് an AVR C program to toggle the bits of port B continuously with a delay.
അതായത് പോർട്ട് ബിനെ കണ്ടിന്യൂസ് ആയിട്ട് ടോഗിൾ ചെയ്യാണ്. ഓക്കെ, ഒരു ഡിലേ വെച്ചിട്ട്. അപ്പോൾ നമുക്ക് AVR C പ്രോഗ്രാമിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ AVRൻ്റെ അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാം ചെയ്ത അതേ സോഫ്റ്റ്വെയർ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. ഇത് AVR സ്റ്റുഡിയോ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ആണ്. ഇത് AVR അറ്റ്മൽ തന്നെ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. അറ്റ്മലിൻ്റെ മൈക്രോ കൺട്രോളേഴ്സ് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കത് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഒരു ന്യൂ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് എ ന്യൂ പ്രൊജക്റ്റ്. അപ്പോൾ ഇതുവരെ നമ്മൾ ചെയ്തത് ഇവിടെ അസംബ്ലർ എന്നുള്ള ഇത് സെലക്ട് ചെയ്തിട്ടാണ് അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാം നമ്മൾ സെലക്ട് ചെയ്തത്. ഇനി നമ്മൾ C പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ഇവിടെ C or C++ ഇതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, എന്നിട്ട് അതിനകത്ത് AVR GCC എക്സിക്യൂട്ടബിൾ പ്രൊജക്റ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യാം. സിയിലെ എക്സിക്യൂട്ടബിൾ പ്രൊജക്റ്റ്. അത് നമുക്കിവിടെ പ്രൊജക്റ്റിന് ഒരു പേര് കൊടുക്കാം. തൽക്കാലം നമുക്കിവിടെ LED ടോഗിൾ എന്നുള്ള പ്രോഗ്രാം കൊടുക്കാം. LED ടോഗിൾ. ഓക്കെ, ദെൻ ഓക്കെ കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് ഡിവൈസ് സെലക്ട് ചെയ്യാം. മൈക്രോ കൺട്രോളർ, നമ്മുടെ മൈക്രോ കൺട്രോളറിൻ്റെ പേര് ATmega32. അപ്പോൾ ഇതാണ് മൈക്രോ കൺട്രോളർ. ATmega32 സെലക്ട് ചെയ്യാം. ഓക്കെ കൊടുക്കാം. അപ്പോൾ ഇവിടെ അത്യാവശ്യം ഒരു സീൻ്റെ ബേസിക് കോഡുകൾ ഇവിടെ വന്നിട്ടുണ്ട്. ഒരു ഹെഡർ ഫയൽ, AVRൻ്റെ ഒരു ഹെഡർ ഫയൽ നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, നമുക്ക് ഇവിടെ നോക്കിയാൽ അറിയാം #include AVR/io.h. ഇത് നമ്മൾ stdio.h എന്നൊക്കെ പറയുന്ന പോലെ ഇത് AVR മൈക്രോ കൺട്രോളറിൻ്റെ പ്രോഗ്രാമിങ്ങിനുള്ള ഹെഡർ ഫയൽസ് ആണ്. ഓക്കെ, പിന്നെ ഒരു മെയിൻ ഫംഗ്ഷൻ main void, അതിനകത്തൊരു വൈൽ ലൂപ്പ് while1, ഇതൊരു ഇൻഫിനിറ്റ് ലൂപ്പാണ്. ഓക്കെ, ഇതിനകത്താണ് നമ്മൾ ഇതിൻ്റെ കണ്ടൻസ് ഒക്കെ റൈറ്റ് ചെയ്ത് വെക്കുക, പ്രോഗ്രാംസിൻ്റെ കണ്ടൻറ്റ്. അപ്പോൾ ഇത് കമൻറ്റ് സെക്ഷനാണ്. /*/ നമുക്കറിയാം സിയിൽ ഒരു കമൻറ്റ് എഴുതാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ /*/ ഉള്ളിൽ കൊടുക്കുന്നത്. ഇതിനകത്ത് എന്ത് എഴുതിയാലും അത് കമ്പൈലർ യൂസ് ചെയ്യില്ല, ജസ്റ്റ് നമുക്ക് പ്രോഗ്രാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ വേണമെങ്കിൽ നമ്മുടെ എയിം നമുക്കിവിടെ കൊടുക്കാം. അപ്പം നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഹെഡിങ് ടോഗിൾ പോർട്ട് ബിനെ ടോഗിൾ ചെയ്യാനുള്ള പോർട്ട് ബിനെ ടോഗിൾ ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമാണത്. നമ്മുടെ എയിം write an AVR C program to toggle port B continuously with a delay. ഓക്കെ, അപ്പോൾ പോർട്ട് ബിനെ കണ്ടിന്യൂസ് ആയിട്ട് ടോഗിൾ ചെയ്യുക ഒരു ഡിലേ വെച്ചിട്ട്. അപ്പോൾ ടോഗിൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ പോർട്ട് ബിയിൽ ആദ്യം 1 or 0 എന്തെങ്കിലും ഒരു ഡാറ്റ കൊടുക്കുക, അത് 1 കൊടുക്കുക, പിന്നെ 0 കൊടുക്കുക, പിന്നെ 1 കൊടുക്കുക, പിന്നെ 0 കൊടുക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് പ്രോഗ്രാം എഴുതാം. അപ്പോൾ ഇത്രയും അതിൻ്റെ കമൻസ് ആയിട്ട് അവിടെ മുകളിൽ കടന്നോട്ടെ. ക്വസ്റ്റ്യനായി അതിൻ്റെ എയിമായി. ഇനി ഇത് എഴുതുന്ന സമയത്ത് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഇവിടെ ഹെഡർ ഫയൽസ് കൊടുക്കണം. #include AVR/io.h. ഓക്കെ, ഇനി ഇൻറ്റ് മെയിൻ വോയിഡ് ഇങ്ങനെയാണ്. മെയിൻ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നമ്മൾ സിയിൽ മെയിൻ ഫംഗ്ഷൻ കൊടുക്കണം. അതിന് ബ്രാക്കറ്റിൽ വോയിഡ് കൊടുക്കുക. റിട്ടേൺ ടൈപ്പ് ഇൻറ്റീജർ തന്നെ കൊടുക്കുക. ഈ while1 ഇതിനകത്താണ് നമ്മൾ ഒരു ഇൻഫിനിറ്റ് ലൂപ്പ് ഉണ്ടാവും. while1 എന്ന് പറഞ്ഞാൽ ഇതൊരു ഇൻഫിനിറ്റ് ലൂപ്പാണ്. ഈ ലൂപ്പിനകത്ത് നമ്മൾ കണ്ടൻറ്റ് എന്താണോ എഴുതുന്നത് അത് കണ്ടിന്യൂസ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ പോർട്ട് ബിനാണ് ടോഗിൾ ചെയ്യേണ്ടത്. ടോഗിൾ ചെയ്യാന്ന് പറഞ്ഞാൽ പോർട്ട് ബിയിൽ ആദ്യം കംപ്ലീറ്റ് 1 കൊടുക്കുക, അത് കഴിഞ്ഞിട്ട് പിന്നെ 0 ആക്കുക. അപ്പോൾ പോർട്ട് ബിയിലേക്ക് 1 റൈറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, പോർട്ട് ബിനെ ഔട്ട്പുട്ട് മോഡിൽ കോൺഫിഗർ ചെയ്യണം. ഓക്കെ, അപ്പോൾ പോർട്ട് ബിനെ ഔട്ട്പുട്ട് മോഡിൽ കോൺഫിഗർ ചെയ്യണമെങ്കിൽ പോർട്ട് ബിൻ്റെ DDRB എന്ന് പറഞ്ഞ രജിസ്റ്റർ ഉണ്ട്, DDRB. ഓക്കെ, ആ രജിസ്റ്ററിലേക്ക് നമുക്ക് എന്ത് കൊടുക്കണം, ഔട്ട്പുട്ട് മോഡിൽ കോൺഫിഗർ ചെയ്യണമെങ്കിൽ അവിടെ കംപ്ലീറ്റ് 1 കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഈ ലൈനോട് ഉദ്ദേശിക്കുന്നത് പോർട്ട് ബിനെ കോൺഫിഗർ ഇൻ ഔട്ട്പുട്ട് മോഡ്. പോർട്ട് ബിനെ ഔട്ട്പുട്ട് മോഡിൽ കോൺഫിഗർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് DDRBയിൽ 0xFF എന്ന് പറഞ്ഞ കൊടുത്തത്. FF എന്ന് പറഞ്ഞാൽ എന്താണ്, ശരിക്കും 8 1 ആണ്. ഓക്കെ, അപ്പോൾ ഒന്നുകിൽ നമുക്ക് ഇങ്ങനെ കൊടുക്കാം, അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ നമുക്കിതിനെ ഇങ്ങനെ DDRB = ബൈനറിയിൽ വേണമെങ്കിൽ കൊടുക്കാം. 0B 0 small b
1 1 2 3 4 5 6 7 8 ഇങ്ങനെ 8 1 ആയിട്ട് വേണമെങ്കിലും കൊടുക്കാം. എഫ് എഫ് എന്ന് പറഞ്ഞാലും ഇത് തന്നെയാണ്. ഹെക്സാഡെസിമൽ എഫ് എഫ് എന്ന് പറഞ്ഞാൽ ബൈനറിയിൽ 8 1 ആണ്. അപ്പോൾ ഒന്നുകിൽ നമുക്ക് ബൈനറി ഡാറ്റ ആയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ഹെക്സാഡെസിമലായിട്ടും കൊടുക്കാം. നമുക്ക് കുറച്ചുകൂടി യൂസ് ചെയ്യാൻ എളുപ്പം ഹെക്സാഡെസിമലാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതാണ് കൊടുത്തത്. DDRB = 0xFF. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഈ ഒരു ലൈൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പോർട്ട് ബിയിലെ ഡാറ്റ ഡയറക്ഷൻ രജിസ്റ്ററാണിത്. അത് FF കിട്ടിക്കഴിഞ്ഞാൽ അത് ഔട്ട്പുട്ട് മോഡിൽ കോൺഫിഗറായി. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഒരു പ്രാവശ്യം ചെയ്താൽ മതി. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ ഇനീഷ്യലി ചെയ്ത് വെക്കുക. അത് ലൂപ്പിനകത്ത് ഇടേണ്ട ആവശ്യമില്ല, ലൂപ്പിൻ്റെ പുറത്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, പോർട്ട് ബിയിലേക്ക് ഡാറ്റ കൊടുക്കുക. ആദ്യം 1 കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ പോർട്ട് ബിയിലേക്ക് ഡാറ്റ കൊടുക്കാനുള്ള രജിസ്റ്ററാണ് പോർട്ട് ബി. ഓക്കെ, = ഹെക്സാഡെസിമലിൽ തന്നെ കൊടുക്കാം 0xFF. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, പോർട്ട് ബിയിലെ 8 ബിന്നും 1 ആവും. ഓക്കെ, അപ്പോൾ സെറ്റ് പോർട്ട് ബി ടു 1. പോർട്ട് ബിയിലെ എല്ലാ പിന്നുകളും 1 ആയിട്ട് സെറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ FF എന്ന് പറഞ്ഞാൽ 1 1 1 1 അങ്ങനെ 8 1 ആണ്. അപ്പോൾ പോർട്ട് ബി = FF എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പോർട്ട് ബിയിലെ 8 പിന്നും 1 ആയി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനിടയിൽ ഒരു ഡിലേ വേണം. ഓക്കെ, അപ്പോൾ ഡിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒന്നുകിൽ ഇവിടെ ഫോർ ലൂപ്പ് യൂസ് ചെയ്യാം. വെറുതെ ഒരു ബ്ലാങ്ക് ഫോർ ലൂപ്പ്. ഫോർ I = 0, I less than ഒരു 5000, I ++, ദെൻ ഒന്നുകിൽ ഇവിടെ സെമി കോളൻ ഇടാം, അതല്ലെങ്കിൽ ഒരു ബ്ലാങ്ക് ബോഡി കൊടുക്കുക. ഓക്കെ, ദെൻ ഇതിപ്പോൾ ഒരു ഡിലേ ആയി. അപ്പോൾ ഡിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഫോർ ലൂപ്പ് അവിടെ കൊടുത്തത്. അപ്പോൾ for I = 0, I less than 5000, I ++. ദെൻ ആ ലൂപ്പിൻ്റെ ഉള്ളിൽ എന്താണ് കണ്ടൻറ്റ് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും കൊടുത്തില്ല, വെറുതെ ബ്ലാങ്ക് ഒരു ഫോർ ലൂപ്പ്. ഒന്നുകിൽ ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ അങ്ങനെ എഴുതാം, എങ്ങനെ വേണമെങ്കിലും എഴുതാം. കണ്ടൻറ്റ്സ് ഒന്നുമില്ല. അപ്പോൾ 5000 പ്രാവശ്യം ഈ ലൂപ്പ് വെറുതെ വർക്ക് ചെയ്യും. ഓക്കെ, വെറുതെ വർക്ക് ചെയ്തിട്ടാണ് അടുത്ത ഇൻസ്ട്രക്ഷൻ വർക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഡിലേ കിട്ടും. അതാണ് ഈ ഫോർ ലൂപ്പ് ഉപയോഗിച്ചിട്ടുള്ള ഡിലേ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഒരു ഡിലേക്ക് ശേഷം നമുക്ക് എന്ത് ചെയ്യണം, അടുത്തത് ആ പോർട്ട് ബിയിലെ കംപ്ലീറ്റ് 0 ആക്കണം. ഓക്കെ, അപ്പോൾ പോർട്ട് ബി = 0x00. ഓക്കെ, ക്ലിയർ ഓൾ പിൻസ് ഓഫ് പോർട്ട് ബി. പോർട്ട് ബിയിലെ എല്ലാ പിന്നുകളും ക്ലിയറായി. ഇവിടെ പോർട്ട് ബിയിലെ എല്ലാ പിന്നുകളും സെറ്റ് ചെയ്യാനാണ്. ഓക്കെ, ദെൻ അതിൻ്റെ താഴെ വേണമെങ്കിൽ നമുക്കൊരു ഡിലേ വേണം. അപ്പോൾ ഇവിടെ ഈ ഫോർ ലൂപ്പ് തന്നെ താഴത്തും കൂടി ഇട്ട് കൊടുക്കാം. കോപ്പി ചെയ്യാം, ഇവിടെ പേസ്റ്റ് ചെയ്ത് ഇപ്പോൾ ഒരു ഫോർ. അപ്പോൾ ഇത് പോർട്ട് ബിയിലെ എല്ലാ പിന്നുകളും 1 ആക്കും. 1 ആക്കിയിട്ട് ഈ ലൂപ്പ് ഒരു 5000 പ്രാവശ്യം വെറുതെ വർക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു കുറച്ച് സമയം കിട്ടും. അപ്പോൾ ആ പോർട്ട് ബിയിലെ പിന്നുമായിട്ട് LEDs ഒക്കെ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതവിടെ കത്തി നിൽക്കും. ഓക്കെ, ഈ ലൂപ്പ് വർക്ക് ചെയ്യുന്നവരെ അവിടെ കത്തി നിൽക്കും. അതിന് ശേഷം പിന്നെ എന്ത് ചെയ്യും, അതിലെ കംപ്ലീറ്റ് പിന്നുകളും 0 ആക്കും. അപ്പോൾ എല്ലാ പിന്നും ക്ലിയർ ആവും, അല്ലെങ്കിൽ 0 ആവും. ദെൻ അതിന് ശേഷം നമുക്കൊരു ഡിലേ കിട്ടും. ഇതുപോലെ ഇങ്ങനെ കുറച്ച് സമയം 5000 പ്രാവശ്യം ലൂപ്പ് വർക്ക് ചെയ്യുന്നതുവരെ അതവിടെ വെയിറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ടോഗിൾ ചെയ്യാനുള്ള പ്രോഗ്രാമാണ്. അപ്പോൾ ഈ പ്രോഗ്രാം കംപ്ലീറ്റ് ആയി. അപ്പോൾ ഒന്നുകിൽ നമുക്ക് ഈ രീതിയിൽ ചെയ്യാം. ഓക്കെ, ഇനി ഡിലേ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മെത്തേഡും കൂടി ഉണ്ട്. നമ്മൾ പറഞ്ഞ് ലൈബ്രറി ഫങ്ഷൻസ് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ഒരു ഹെഡർ ഫയൽ ഉണ്ട്. ഈ ഹെഡർ ഫയൽ കൊടുക്കുകയാണെങ്കിൽ #include avr/delay.h. ഓക്കെ, അപ്പോൾ ഈ delay.h എന്ന് പറഞ്ഞാൽ ഹെഡർ ഫയൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ എന്ത് ചെയ്യാം, ഈ ഫോർ ലൂപ്പ് ഉണ്ടല്ലോ, ഈ ഫോർ ലൂപ്പിന് പകരമായിട്ട് നമുക്ക് ആ ഫംഗ്ഷൻ യൂസ് ചെയ്യാം _delay_ms. ഓക്കെ, എന്നിട്ട് ഇവിടെ ഇപ്പോൾ ഒരു 2 സെക്കൻഡിൻ്റെ ഡിലേ ആണ് വേണ്ടെങ്കിൽ നമ്മളിവിടെ 2000 എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് മില്ലി സെക്കൻഡ്സിൽ ഒരു ഡിലേ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ _delay_millisecond എന്ന് പറഞ്ഞാൽ ഇത്ര മില്ലി സെക്കൻഡാണോ വേണ്ടത് നമ്മളിവിടെ ബ്രാക്കറ്റിൽ കൊടുക്കുക. അപ്പോൾ 2000 മില്ലി സെക്കൻഡ്സ് എന്ന് പറഞ്ഞാൽ 2 സെക്കൻഡ്സ് ആണ്. അപ്പോൾ നമുക്കിവിടെ ഒരു 2 സെക്കൻഡ്സിൻ്റെ ഡിലേ കിട്ടും. അപ്പോൾ LED കത്തുകയാണെങ്കിൽ ആ LED അവിടെ 2 സെക്കൻഡ് കത്തി നിൽക്കും. ഓക്കെ, അതേപോലെ നമുക്കിവിടെ പിന്നെ അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ആ LED നമുക്ക് ഓഫാക്കാം. ഓഫാക്കിയതിന് ശേഷം ഇതുപോലെ ഓഫായിട്ട് ഒരു 2 സെക്കൻഡ് അവിടെ നിൽക്കണ്ടേ. അപ്പോൾ നമുക്കവിടെ അതിൻ്റെ താഴത്ത് ഒരു ഡിലേയും കൂടെ കൊടുക്കാം. _delay_ms 2000. അപ്പോൾ 2 സെക്കൻഡിൻ്റെ ഡിലേ കിട്ടും. ഇത് വൈൽ ലൂപ്പിനകത്താണുള്ളത്. അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യും. ഇങ്ങനെയാണ് നമുക്കൊരു LED-നെ ടോഗിൾ ചെയ്യാനുള്ള പ്രോഗ്രാം. അപ്പോൾ ഇതൊക്കെ കമൻ്റാണ്. ഈ // ഇട്ടത് കമൻ്റാണ്. അപ്പോൾ ഈ /*/ൻ്റെ ഉള്ളിൽ എഴുതിയതും കമൻ്റാണ്. ഓക്കെ, അപ്പോൾ സിയിലും CPP-യിലും ഒക്കെ നമുക്ക് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്
ഈ സ്ലാഷ് സ്റ്റാർ അല്ലെങ്കിൽ സ്റ്റാർ സ്ലാഷോ അതല്ലെങ്കിൽ സിംഗിൾ ലൈൻ കമൻ്റ് ആണെങ്കിൽ പിന്നെ ഡബിൾ സ്ലാഷോ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് കമൻറ്റ്സ് കൊടുക്കാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ആൻ AVR C program to read a byte of data from port C. If it is less than 100, send it to port B. Otherwise, send it to port D. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അതായത് പോർട്ട് സീൻ്റെ കണ്ടൻറ്റ് റീഡ് ചെയ്യുക. റീഡ് ചെയ്തിട്ട് അത് 100-ൽ കുറവാണെങ്കിൽ സെൻഡ് ഇറ്റ് ടു പോർട്ട് ബി, അതർവൈസ് സെൻഡ് ഇറ്റ് ടു പോർട്ട് ഡി. അപ്പോൾ ഒന്നുകിൽ പോർട്ട് 100-ൽ കുറവാണെങ്കിൽ പോർട്ട് ബിയിലേക്ക് റൈറ്റ് ചെയ്യുക, അതല്ലെങ്കിൽ പോർട്ട് ഡിയിലേക്ക് റൈറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇപ്പോൾ നമുക്കതിനോട് കോപ്പി ചെയ്യാം. നമുക്ക് മൈക്രോ കൺട്രോളറിലേക്ക് പോകാം. ഫയലിൽ ന്യൂ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ C/C++ സെലക്ട് ചെയ്യാം, AVR GCC എന്ന് സെലക്ട് ചെയ്യാം. നമുക്കവിടെ പേര് കൊടുക്കാം. അപ്പോൾ ഒരു സെൻഡ് ഡാറ്റ എന്നോ എന്തെങ്കിലും ഒരു പേര് കൊടുക്കാം. ഓക്കെ ഓക്കെ യെസ്. ഡിവൈസ് സെലക്ട് ചെയ്യാം, ATmega32 നമ്മുടെ മൈക്രോ കൺട്രോളർ. ഓക്കെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളെ പ്രോഗ്രാമായി. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ഡാറ്റ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കതിനെ ഹെഡിങ് ആയിട്ട് കമ്പയർ ഡാറ്റ എന്ന് കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് എയിം എന്നാണ് എയിം. റൈറ്റ് ആൻ AVR C program to read a byte of data. കുറച്ച് സൂം ചെയ്യാം. റൈറ്റ് ആൻ AVR C program to read a byte of data from port C. ഓക്കെ, if it is less than 100, അത് 100-ൽ കുറവാണെങ്കിൽ സെൻഡ് ഇറ്റ് ടു പോർട്ട് ബി, അതർവൈസ് സെൻഡ് ഇറ്റ് ടു പോർട്ട് ഡി. ഓക്കെ, അപ്പോൾ 3 പോർട്ടുകൾ നമുക്ക് ഇവിടെ ഉപയോഗിക്കണം. പോർട്ട് സി ഉപയോഗിക്കണം, പോർട്ട് ബി ഉപയോഗിക്കണം, പോർട്ട് ഡിയും ഉപയോഗിക്കണം. ഓക്കെ, അപ്പോൾ സി എന്ന് പറഞ്ഞ പോർട്ടിൻ്റെ കണ്ടൻറ്റാണ് റീഡ് ചെയ്യേണ്ടത്. അതിൻ്റെ അവിടുന്ന് ആ ഡാറ്റ എടുത്തിട്ടാണ് നമുക്ക് കമ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ പോർട്ട് സീനെ ഇൻപുട്ട് മോഡിൽ കോൺഫിഗർ ചെയ്യണം. ഓക്കെ, പിന്നെ അത് 100-ൽ കുറവാണെങ്കിൽ ഇതിലേക്കും 100-ൽ കൂടുതലാണെങ്കിൽ ഡിയിലേക്കും റൈറ്റ് ചെയ്യണം. അപ്പോൾ പോർട്ട് ബിനെയും ഡിനെയും നമുക്ക് ഔട്ട്പുട്ട് മോഡിലും കോൺഫിഗർ ചെയ്യണം. ഓക്കെ, അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ മെയിൻ ഫംഗ്ഷനിൽ വെച്ചില്ല, ഇവിടെ നമ്മൾ പോർട്ടിനെ ആദ്യം കോൺഫിഗർ ചെയ്യാം. ഓക്കെ, അപ്പോൾ പോർട്ട് സീനെ ആദ്യം കോൺഫിഗർ ചെയ്യാം. അപ്പോൾ DDR/C ഈക്വൽ ടു DDR-ന് ഏത് മോഡിലാണ് വേണ്ടത്? ഇൻപുട്ട് മോഡിലാണ് വേണ്ടത്. അപ്പോൾ നമുക്കവിടെ 0x00 എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അർത്ഥം പോർട്ട് സി ഇൻപുട്ട് മോഡിലായി. ഓക്കെ, ഇനി പോർട്ട് ബിയും ഡിയും ഔട്ട്പുട്ട് മോഡിലാണ്. അപ്പോൾ DDR/B ഈക്വൽ ടു 0xFF, DDR/D ഈക്വൽ ടു 0xFF. അപ്പോൾ 2 പോർട്ടുകളും, അപ്പോൾ പോർട്ട് ഡി ഔട്ട്പുട്ട് മോഡിലായി, അപ്പോൾ തന്നെ പോർട്ട് ബി ഔട്ട്പുട്ട് അപ്പോൾ ഇനീഷ്യലി നമ്മൾ പോർട്ടിൻ്റെ കോൺഫിഗറേഷനായി. അപ്പോൾ പോർട്ട് സീനെ ഇൻപുട്ട് മോഡിലാക്കാൻ DDR/Cയിലേക്ക് 00 കൊടുക്കുക. പോർട്ട് ബിനെയും ഡിനെ ഔട്ട്പുട്ട് മോഡിലേക്കാക്കാൻ DDR/Bയിലും DDR/Dയിലും FF കൊടുക്കുക. അപ്പോൾ 3 പോർട്ടിനെ നമ്മൾ കോൺഫിഗർ ചെയ്ത് വെച്ചു. ഓക്കെ, ഇനി ആദ്യത്തെ പോർട്ടിൻ്റെ കണ്ടൻറ്റാണ് നമുക്ക് റീഡ് ചെയ്യേണ്ടത്. അപ്പോൾ പോർട്ട് സീൻ്റെ കണ്ടൻറ്റ് റീഡ് ചെയ്യണം. റീഡ് ചെയ്തിട്ട് അത് 100-ൽ കുറവാണെന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എന്തെങ്കിലും വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. ഒരു അൺസൈൻഡ് ക്യാരക്ടർ കൊടുക്കാം. നമുക്ക് 8 ബിറ്റ് ഡാറ്റ അല്ലേ സ്റ്റോർ ചെയ്യേണ്ടത്. 8 ബിറ്റ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന ഡാറ്റ ടൈപ്പാണ് അൺസൈൻഡ് ക്യാരക്ടർ. ഓക്കെ, അപ്പോൾ നമുക്കതിൽ ഒരു ഡാറ്റ എന്ന് പറഞ്ഞൊരു വേരിയബിൾ കൊടുക്കാം, അൺസൈൻഡ് ക്യാരക്ടർ ഡാറ്റ. അപ്പോൾ ഈ ഡാറ്റ എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് നമുക്ക് ഇവിടെ ഒരു ഇൻറ്റീജർ എന്ന് പറഞ്ഞിട്ട് ഡിക്ലെയർ ചെയ്യുന്നു വേണ്ട. ഇൻറ്റീജർ എന്ന് പറഞ്ഞാൽ 16 ബിറ്റിന്, നമുക്കിവിടെ 16 ബിറ്റിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ഒരു 8 ബിറ്റ് ഡാറ്റയാണ് ഈ പോർട്ടിനകത്ത് ഉണ്ടാവും. അപ്പോൾ 8 ബിറ്റ് ഡാറ്റ സ്റ്റോർ ചെയ്യാനുള്ള ഡാറ്റ ടൈപ്പാണ് അൺസൈൻഡ് ക്യാരക്ടർ. അപ്പോൾ അങ്ങനത്തെ ഒരു ഡാറ്റ എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഉണ്ടാക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് അതിലേക്ക് റീഡ് ചെയ്യാം. അപ്പോൾ ഡാറ്റ ഈക്വൽ ടു പോർട്ട് സീൻ്റെ കണ്ടൻറ്റാണ് റീഡ് ചെയ്യേണ്ടത്. പോർട്ട് സീൻ്റെ കണ്ടൻറ്റ് എവിടെയാണ് ഉണ്ടാവുക? പിൻ സി എന്ന് പറഞ്ഞ രജിസ്റ്ററിനകത്താണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഡാറ്റ ഈക്വൽ ടു പിൻ സി, അതിൻ്റെ അർത്ഥം റീഡ് കണ്ടൻറ്റ് ഓഫ് പോർട്ട് സി ആൻഡ് റൈറ്റ് ടു വേരിയബിൾ
റൈറ്റ് ടു വേരിയബിൾ ഡാറ്റ. അപ്പോൾ ഡാറ്റ എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് റീഡ് ചെയ്യുക. അപ്പോൾ പിൻ സി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം പോർട്ട് സീൻ്റെ കണ്ടൻറ്റ് റീഡ് ചെയ്യുക, ആ കിട്ടുന്ന ഡാറ്റ നമ്മൾ എന്ത് ചെയ്യും, ഡാറ്റ എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് റൈറ്റ് ചെയ്ത് വെക്കും. ഓക്കെ, അപ്പോൾ നമ്മളെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, പോർട്ട് സീൻ്റെ കണ്ടൻറ്റ് റീഡ് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ റീഡ് ചെയ്തു. ഇനി നമുക്ക് ചെക്ക് ചെയ്യണം, ഇഫ് ഇറ്റ് ഈസ് ലെസ് ദാൻ 100, 100 കുറവാണെങ്കിൽ പോർട്ട് ബിയിലേക്ക് അല്ലെങ്കിൽ പോർട്ട് ഡിയിലേക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് സി പ്രോഗ്രാം ആണല്ലോ ഇത്. അപ്പോൾ നമുക്കൊരു ഇഫ് യൂസ് ചെയ്താൽ മതി. ഇഫ് ഡാറ്റ ലെസ് ദാൻ 100, ഡാറ്റ 100 കുറവാണെങ്കിൽ, ഓക്കെ, ഡാറ്റ ലെസ് ദാൻ 100 ആണെങ്കിൽ എന്താ ചെയ്യാൻ പറഞ്ഞത് നമ്മളോട്, ഏത് പോർട്ടിലേക്കാണ് റൈറ്റ് ചെയ്യാൻ പറഞ്ഞത്, പോർട്ട് ബിയിലേക്കാണ് സെൻഡ് ചെയ്യാൻ പറഞ്ഞത്. ഓക്കെ, സെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ പോർട്ട് ബിയിലേക്ക് റൈറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എഴുതാം, പോർട്ട് ബിയിലേക്ക് റൈറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ഏത് രജിസ്റ്ററാണ് യൂസ് ചെയ്യേണ്ടത്, പോർട്ട് ബി എന്ന് പറഞ്ഞ രജിസ്റ്റർ ഈക്വൽ ടു ഡാറ്റ. ഓക്കെ, അവിടേക്ക് കൊടുത്തു, ഡാറ്റ ലെസ് ദാൻ 100 ആണ്. അതല്ലെങ്കിലോ, എൽസ് എവിടേക്കാണ് കൊടുക്കേണ്ടത്, പോർട്ട് ഡിയിലേക്കാണ് റൈറ്റ് ചെയ്യാൻ പറഞ്ഞത്. ഓക്കെ, നമുക്ക് പോർട്ട് ഡിയിലേക്ക് റൈറ്റ് ചെയ്യാം. എൽസ് പോർട്ട് POR പോർട്ട് ഡി ഈക്വൽ ടു ഡാറ്റ. ഓക്കെ, ഇത്രയുള്ള പ്രോഗ്രാം, വളരെ സിമ്പിൾ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പോർട്ടിനെ, ഓരോ പോർട്ടിനെ ആ മോഡിൽ കോൺഫിഗർ ചെയ്യാം. അപ്പോൾ പോർട്ട് സീൻ്റെ കണ്ടൻറ്റ് റീഡ് ചെയ്യാനുള്ളതുകൊണ്ട് പോർട്ട് സീനെ ഇൻപുട്ട് മോഡിലും പോർട്ട് ബീനെയും പോർട്ട് ഡീനെയും ഔട്ട്പുട്ട് മോഡിലും ആക്കാം. അപ്പോൾ ആ പോർട്ടിനെ കോൺഫിഗർ ചെയ്യാൻ DDR എന്ന് പറഞ്ഞ രജിസ്റ്ററിനെയാണ് നമ്മൾ കോൺഫിഗർ ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുക, ഡാറ്റ എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ ഡാറ്റ ടൈപ്പ് നമ്മൾ കൊടുത്തത് അൺസൈൻഡ് ക്യാരക്ടർ എന്നാണ്. അപ്പോൾ നമ്മൾ ആ ഡാറ്റ ടൈപ്പ് പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 8 ബിറ്റ് ഡാറ്റ സ്റ്റോർ ചെയ്യാനുള്ള ഒരു വേരിയബിളാണ് അൺസൈൻഡ് ക്യാരക്ടർ. ഒരു ഡാറ്റ ടൈപ്പാണ് അൺസൈൻഡ് ക്യാരക്ടർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് ഇൻഡ് ഡാറ്റ എന്ന് പറഞ്ഞാൽ കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം 8 ബിറ്റ് ഡാറ്റയെ സ്റ്റോർ ചെയ്യും. ഇൻഡിജർ എന്ന് പറഞ്ഞാൽ ശരിക്കും 16 ബിറ്റാണ് അതിൻ്റെ കപ്പാസിറ്റി. അപ്പോൾ നമുക്ക് 8 ബിറ്റ് ഡാറ്റ സ്റ്റോർ ചെയ്യാനാണ് ഈ അൺസൈൻഡ് ക്യാർ എന്ന് പറഞ്ഞാൽ ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്താൽ മതി. ഓക്കെ, ഇനി നമ്മൾ ആ ഡാറ്റ പോർട്ട് സിയിൽ നിന്ന് റീഡ് ചെയ്യണം. അപ്പോൾ പോർട്ട് സിയിൽ നിന്ന് റീഡ് ചെയ്യാന്ന് പറഞ്ഞാൽ പോർട്ട് സീൻ്റെ കണ്ടൻറ്റ് പിൻ സിയിലാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഈ പോർട്ട് സീനെ ഇൻപുട്ട് മോഡിലാക്കിയാൽ തന്നെ അത് റീഡിംഗ് മോഡിലായി. പിന്നെ ആ കണ്ടൻറ്റ് കിട്ടണമെങ്കിൽ പിൻ സിയിലുണ്ടാവും അതിൻ്റെ കണ്ടൻറ്റ്. ആ കണ്ടൻറ്റ് നേരെ ഡാറ്റ എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ആ ഡാറ്റനെ നമ്മൾ കമ്പയർ ചെയ്യുക. ഇഫ് ഡാറ്റ ലെസ് ദാൻ 100 ആണെങ്കിൽ ആ ഡാറ്റ പോർട്ട് ബിയിലേക്ക് റൈറ്റ് ചെയ്യുക, അതല്ലെങ്കിൽ ഡാറ്റ പോർട്ട് ഡിയിലേക്ക് റൈറ്റ് ചെയ്യുക. ഇനി ഈ പിൻ സി അതുപോലെ ഈ പോർട്ട് ബി എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഇഷ്ടത്തിന് എഴുതിയതല്ല, ഇത് ഈ ഹെഡർ ഫയൽസിനകത്തുള്ളതാണ്. AVR/IO.s എന്ന് പറഞ്ഞ ഹെഡർ ഫയൽസിനകത്ത് ഡിഫൈൻ ചെയ്ത് വെച്ചതാണ് ഈ വേരിയബിൾസ്, ഈ കോൺസ്റ്റൻസ് അല്ല. ഓക്കെ, അപ്പോൾ പിൻ സി എന്ന് പറഞ്ഞാൽ പോർട്ട് സിയുടെ രജിസ്റ്ററിൻ്റെ പേരാണ്. അതുകൊണ്ടാണ് ഇത് ഡിഫറെൻറ്റ് കളറിൽ തന്നെ കാണിക്കുന്നത്. ഓക്കെ, അതൊക്കെ ഈ ഹെഡർ ഫയൽസിനകത്ത് ഓൾറെഡി പ്രീ ഡിഫൈൻഡ് ആണ്. അപ്പോൾ നമ്മൾ ആ യഥാർത്ഥ പോർട്ടിനകത്തുള്ള കണ്ടൻറ്റ് റീഡ് ചെയ്യണമെങ്കിൽ ഈ പിൻ സി എന്ന് പറഞ്ഞ ഈ വേരിയബിൾ യൂസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ പോർട്ട് സീൻ്റെ കണ്ടൻറ്റാണ് ഡാറ്റ എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് ഉണ്ടാവുക. നമ്മൾ കമ്പയർ ചെയ്തു, ലെസ് ദാൻ 100 ആണെങ്കിൽ പോർട്ട് ബിയിലേക്ക് റൈറ്റ് ചെയ്തു, അതല്ലെങ്കിൽ പോർട്ട് ഡിയിലേക്ക് റൈറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ രണ്ട് പ്രോഗ്രാംസാണ് നമ്മൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. ഒന്ന് ടോഗിൾ ചെയ്യാനുള്ള പ്രോഗ്രാമും അപ്പോൾ തന്നെ വേറൊന്നും പോർട്ട് സീൻ്റെ കണ്ടൻറ്റ് റീഡ് ചെയ്ത് അത് കമ്പയർ ചെയ്ത് ഒന്നുകിൽ പോർട്ട് ബിയിലേക്കോ അല്ലെങ്കിൽ പോർട്ട് ഡിയിലേക്കോ റൈറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു AVR മൈക്രോ കൺട്രോളറിലെ ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ടിനകത്തു നിന്ന് ഡാറ്റ എങ്ങനെ റീഡ് ചെയ്യും, പോർട്ടിലേക്ക് എങ്ങനെ ഡാറ്റ റൈറ്റ് ചെയ്യും എന്നും പഠിച്ചു. ഓക്കെ, പിന്നെ ആ പോർട്ടിന് എങ്ങനെ നമുക്ക് ഡിലേ ഫങ്ഷൻസ് യൂസ് ചെയ്യാം എന്നുള്ളത് നമ്മൾ ഇതിനകത്ത് കണ്ടു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ താങ്ക് യു വെരി മച്ച്.